ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PNB അമേസിംഗ് വേൾഡിലേക്ക് സ്വാഗതം. LSS USS എക്സാമുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട അവാർഡുകളാണ് നോക്കാനായിട്ട് പോകുന്നത്. LSS USS എക്സാമുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സമയം കളയുന്നില്ല, വേഗം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. 2023 അതായത് ലേറ്റസ്റ്റ് ആയിട്ട് SK വസന്തൻ എന്ന വ്യക്തിക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനായിരുന്നു. സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത്. അതിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ള എന്ന വ്യക്തിക്കാണ്. 1993 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ബാലാമണി അമ്മയാണ്. ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും നോക്കിയിട്ട് പോകണം എക്സാമിന്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വള്ളത്തോൾ പുരസ്കാരമാണ്. അവസാനമായി വള്ളത്തോൾ പുരസ്കാരം കൊടുത്തത് 2019 പോൾ സക്കറിയയ്ക്കാണ് ലഭിച്ചത്. സമ്മാന തുക എന്ന് പറയുന്നത് 1,11,111 രൂപയാണ്. വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് പാല നാരായണൻ നായർക്കാണ്. വർഷം 1991. വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ബാലാമണി അമ്മ. അടുത്തത് വയലാർ പുരസ്കാരം. 2023 അതായത് ലേറ്റസ്റ്റ് ആയിട്ട് വയലാർ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. കൃതി ജീവിതം ഒരു പെൻഡുലം. 2022 വയലാർ പുരസ്കാരം ലഭിച്ചത് S ഹരീഷിനായിരുന്നു. കൃതി മീശ. നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ തീർച്ചയായും അവസാനത്തെ 2 വർഷത്തെ പുരസ്കാര ജേതാക്കളുടെ പേരുകൾ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. വയലാർ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക 1 ലക്ഷം രൂപയാണ്. ആദ്യമായി വയലാർ പുരസ്കാരം ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനാണ്. 1977 കൃതി അഗ്നിസാക്ഷി. അടുത്തത് ഓടക്കുഴൽ പുരസ്കാരമാണ്. 2022 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അംബിക സുധൻ മാങ്ങാട്. കൃതി പ്രാണവായു. 2021 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. കൃതി ബുധിനി. ഓടക്കുഴൽ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക 30,000 രൂപയാണ്. ഓടക്കുഴൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. 1969 ആദ്യ വനിത ബാലാമണി അമ്മയാണ്. JC ഡാനിയേൽ പുരസ്കാരം ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചത് 2022 TV ചന്ദ്രനാണ്. 2021 JC ഡാനിയേൽ പുരസ്കാരം ലഭിച്ചത് KP കുമാരൻ എന്ന വ്യക്തിക്കാണ്. JC ഡാനിയേൽ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക 5 ലക്ഷം രൂപയാണ്. ആദ്യ ജേതാവ് TE വാസുദേവനാണ്. 1993 ആദ്യ വനിത എന്ന് പറയുന്നത് ആറന്മുള പൊന്നമ്മ. അടുത്തത് ONV സാഹിത്യ പുരസ്കാരമാണ്. 2023 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് C രാധാകൃഷ്ണനാണ്. 2022 ലഭിച്ചത് T പത്മനാഭനായിരുന്നു. അടുത്തത് ഹരിവരാസനം പുരസ്കാരം. 2024 ലഭിച്ചത് വീരമണി ദാസൻ. 2023 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കായിരുന്നു. ഹരിവരാസനം പുരസ്കാരത്തിൻ്റെ സമ്മാന തുക 1 ലക്ഷം രൂപയാണ്. ഹരിവരാസനം പുരസ്കാരം ആദ്യമായി ലഭിച്ചത് KJ യേശുദാസിനാണ്. 2012 ഹരിവരാസനം പുരസ്കാരം ലഭിച്ച ആദ്യ വനിത KS ചിത്ര. അടുത്തത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം.
അത് ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചത് 2022 സേതുവിനാണ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 3 ലക്ഷം രൂപയാണ്. ആദ്യമായി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് തിക്കോടിയനായിരുന്നു 2002. ആദ്യ വനിത, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത M. ലീലാവതി. അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് EV രാമകൃഷ്ണനായിരുന്നു. കൃതി മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ. 2022 ലഭിച്ചത് M. തോമസ് മാത്യു. ആശാൻ്റെ സീതായനം എന്ന കൃതിക്കായിരുന്നു അവാർഡ് ലഭിച്ചത്. അടുത്തത് 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം പ്രഖ്യാപിച്ചത്. മികച്ച നോവൽ V. ഷിനിലാൽ സമ്പർക്ക ക്രാന്തി. മികച്ച കവിത NG ഉണ്ണികൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ കടലാസുമുദ്ര എന്ന കവിതയ്ക്കായിരുന്നു. മികച്ച ചെറുകഥ PF മാത്യൂസ്, ചെറുകഥയുടെ പേര് മുഴക്കം. അടുത്തത് ജ്ഞാനപ്പാന പുരസ്കാരം. 2023 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് V. മധുസൂദനൻ നായർക്കായിരുന്നു. 2022 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് K. ജയകുമാർ. അടുത്തത് P. കേശവദേവ് സാഹിത്യ പുരസ്കാരം. 2022 ലേറ്റസ്റ്റായിട്ട് പ്രഖ്യാപിച്ചത്. PK രാജശേഖരനായിരുന്നു പുരസ്കാരം ലഭിച്ചത്. അടുത്തത് ബഷീർ പുരസ്കാരം. 2023 ബഷീർ പുരസ്കാരം ലഭിച്ചത് M. മുകുന്ദൻ, അദ്ദേഹത്തിൻ്റെ നൃത്തം ചെയ്യുന്ന കുടകൾ എന്നതായിരുന്നു കൃതി. 2022 ലഭിച്ചത് K. സച്ചിദാനന്ദനായിരുന്നു, ദുഃഖം എന്ന വീട് എന്ന കൃതിക്ക്. അടുത്തത് തകഴി സാഹിത്യ പുരസ്കാരം. 2022 ലഭിച്ചത് M. മുകുന്ദനാണ്. നെക്സ്റ്റ് വരുന്നത് പത്മപ്രഭ പുരസ്കാരം. 2023 ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ. അടുത്തത് സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം. 2022 ലഭിച്ചത് സുബീഷ് തെക്കൂട്ട്. CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം. 2022 ലഭിച്ചത് A. സേതുമാധവൻ. അടുത്തത് 2023 തിരഞ്ഞെടുത്ത മികച്ച ചിത്രം നൻപകൻ നേരത്ത് മയക്കം. ഡയറക്റ്റ് ചെയ്തത് ലിജോ ജോസ് പെല്ലിശ്ശേരി. മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ, അറിയിപ്പ് എന്ന സിനിമ. മികച്ച തിരക്കഥ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ, നാ താൻ കേസുകൊട്. മികച്ച ഗായകനായിട്ട് തിരഞ്ഞെടുത്തത് കപിൽ കപിലൻ, പല്ലൊട്ടി എന്ന സിനിമ. മികച്ച ഗായിക മൃദുല വാര്യർ, 19-ാം നൂറ്റാണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട അവാർഡുകളെല്ലാം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും നല്ല രീതിയിൽ എഴുതിയെടുത്ത് പഠിച്ചു തുടങ്ങുക. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക്